നമസ്കാരം. 2-3 ദിവസം മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിന് ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ വന്നു. രേണു സുധിയെ വെച്ചുകൊണ്ടാണ് ആ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ നടത്തിയത്. ഈ ഇന്റർവ്യൂ പുറത്തു വന്നതോടുകൂടിയിട്ട് രേണു സുധിക്ക് ഇതുവരെ ഇല്ലാത്ത പോസിറ്റീവ് കമന്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്ന 99% കമന്റുകളും രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആങ്കറിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടുമാണ്. ആങ്കറിനെ ഇനിയും പറയാൻ ബാക്കിയൊന്നുമില്ല ആൾക്കാർ. ആങ്കറിന് അഹങ്കാരമാണ്, ഇത്ര അഹങ്കാരം പാടില്ല, ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പൂര തെറിവിളിയാണ് ആങ്കറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ആ ഇന്റർവ്യൂ നല്ല രീതിയിൽ വൈറലായതോട് കൂടിയിട്ട് ആ ആങ്കർ ഇപ്പോൾ എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി സ്ക്രിപ്റ്റഡ് ആണ്. അത് നമുക്ക് നേരത്തെ മനസ്സിലായതാണ്. കാരണം സ്ക്രിപ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തി ഇത്തരം റൂഡായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ആരും ചോദിക്കത്തില്ല. ആ വ്യക്തിയുടെ അനുവാദത്തോടു കൂടിയിട്ട് മാത്രമേ അത്തരം ക്വസ്റ്റ്യനുകൾ ചോദിക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ ജനങ്ങൾ എങ്ങനെയാണ്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അഹങ്കാരം ആരുടെ ഭാഗത്താണോ, റൂഡായിട്ട് ആരാണോ സംസാരിക്കുന്നത് അത്തരം ആൾക്കാരെ നെഗറ്റീവ് പറയും. ഇനി ആരാണോ ഇത്തരം ക്വസ്റ്റ്യനുകൾ നേരിടുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാർ, അങ്ങനെയാണ് നമ്മുടെ സാധാരണക്കാർ പ്രവർത്തിച്ചു പോരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആങ്കറിന് ഇവിടെ നല്ല രീതിയിൽ നെഗറ്റീവ് കിട്ടിയതും രേണു സുധിക്ക് പോസിറ്റീവ് കമന്റുകൾ കിട്ടിയതും. അപ്പൊ ഏതായാലും നമുക്ക് ആ ആങ്കറിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു, ഇത് ശരിയാവും, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണ്, രേണു സുധി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ രേണു സുധി എത്തി, മറ്റു ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കാൻ താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സുധി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണു സുധി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണു സുധിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിന് മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ ഉണ്ട്. എന്തായാലും രേണു സുധിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. സത്യത്തില് ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയ പറ്റീര് തന്നെയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. സ്ക്രിപ്റ്റഡ് ആണ്, മുൻകൂട്ടി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത്. അങ്ങനെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. വൈറലാകാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. പക്ഷേ ഒരു 50% സാധാരണക്കാരും ഇത് ഒറിജിനൽ ആണെന്നേ വിചാരിക്കത്തുള്ളൂ, സ്ക്രിപ്റ്റഡ് അല്ലെന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് ഇവർ ചെയ്തത്. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണ് എന്നിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് വിളിച്ചു പറയുന്നത് മോശപ്പെട്ട പരിപാടിയല്ലേ? കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നിങ്ങളുടെ വ്യൂവേഴ്സ്. ഓക്കെ, അവരുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത്. ആ വ്യൂസ് കൊണ്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. ആ പൈസ കൊണ്ടാണ് ഇതുപോലെയുള്ള ആങ്കറിനെ ഈ ചാനലുകാരൊക്കെ തന്നെ വെക്കുന്നത്. ഈ പുള്ളിക്കാർ തന്നെ പോയി ഇന്റർവ്യൂ ചെയ്തിട്ട് പൈസ വാങ്ങിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയും വാങ്ങിച്ചുകൊണ്ട് ജനങ്ങളെ തന്നെ കുറ്റം പറയുവാണ്, ജനങ്ങളെ തന്നെ കബളിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഇന്റർവ്യൂ വൈറലായപ്പോൾ കുറച്ച് നെഗറ്റീവ് കിട്ടിയപ്പോൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരുന്ന് പറയുവാണ് അത് സ്ക്രിപ്റ്റഡ് ആണ്, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണ്. പറ്റിച്ചു എന്ന് പറയാതെ പറയുവാണ് ഇപ്പൊ ചേച്ചി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജനങ്ങളെ പറ്റിച്ചതും പോരാഞ്ഞിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതും പോരാഞ്ഞിട്ട് കുറ്റം മുഴുവൻ ഇപ്പോൾ ജനങ്ങൾക്കാണ്. ആ ഭാഗം കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു നൽകുന്നത് തോന്നരുത്, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. ഏതാണ്ട് അതിന് 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7000 പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. രേണു സുധിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ബിക്കോസ് അവരത് റിസർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ 2 പറയണമല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. മൈത്രേന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ 10,000, 2,000, 3,000 കമന്റ് വന്നു. പക്ഷെ അതിന് ഇരട്ടി എനിക്കിപ്പോ കിട്ടി. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട്
അതിനെനിക്ക് മറുപടി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മൈത്രേനെ ഒരുപാട് പേര് നേരത്തെ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ആരാധകരുണ്ട്, അതായത് ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? സത്യത്തിൽ എനിക്കാണോ കുഴപ്പം, നിങ്ങൾക്കാണോ കുഴപ്പം? രേണു സുധി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ്. എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ചാനലും ഈ പറയപ്പെടുന്ന ഈ ഹോട്ട് സീറ്റിന്റെ നിങ്ങൾ ഇനി മനസ്സിലാക്കുള്ളൂ. ഇനി ചിലപ്പോൾ ഇതിലും വലിയ അതിഥികളും ഇതിലും വലിയ കൊള്ളക്കങ്ങളും ഉണ്ടായേക്കാം. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കാം എന്റെ ഹോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കാം, ഞാനോ വേറെ ആരെങ്കിലും ആയിരിക്കാം. ബട്ട് അപ്പോഴും ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഗസ്റ്റിന്റെ ഫുൾ 100% പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഹോട്ട് സീറ്റിൽ ഓരോ ആൾക്കാരും കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ രണ്ടു ദിവസം പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം ഇതിന് ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും ഇത്ര വിളിച്ചാൽ പോലെ, നിങ്ങൾ ഇത്ര വിളിച്ചാൽ കുഴപ്പമില്ല. വൈറലാകാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെ പറ്റിച്ചിട്ട്, പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട്, പ്രേക്ഷകരെ മണ്ടന്മാരാക്കിയിട്ട് ഇപ്പൊ വന്നിരുന്ന് കുറ്റം പറയുവാണ് പ്രേക്ഷകരെ. ഇതെന്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ പ്രേക്ഷകർ അങ്ങനെയാണ്. ഒരു വ്യക്തിയെ ഇങ്ങനെ ഇരുത്തി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിനു മുമ്പ് അവർക്ക് എത്ര നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ വേറൊരു സ്ത്രീ ഇരുത്തി ഇങ്ങനെ ചോദ്യം ചെയ്യുവാണ്. അത് വളരെ റൂഡായിട്ട് അരഗൻ്റായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് സഹിക്കത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും അവർ പോസിറ്റീവ് കമൻ്റ് ഇടും. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളെ നെഗറ്റീവ് കമന്റ് വിടും. അങ്ങനെയാണ് നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഒപ്പീനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കുറച്ച് സമയം മതി എന്ന് ഈ ചേച്ചിക്ക് അറിയാം. പക്ഷെ ചേച്ചി വന്നിരുന്ന് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാണമില്ലല്ലോ പ്രേക്ഷകരെ നിങ്ങൾക്ക്? ഇവരുടെ തന്നെ ഇന്റർവ്യൂ പോയിരുന്ന് കണ്ട് അവർക്ക് പൈസയെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പഴി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ. കഷ്ടം തന്നെ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ഇങ്ങനെയാകുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചില്ല. ചേച്ചി വളരെ മാസായിട്ട് ഇന്റർവ്യൂ ചെയ്തതാണ്. കുറച്ച് അരഗൻ്റായിട്ട് റൂഡായിട്ട് രേണു സുധി എടുത്ത് ഇന്റർവ്യൂ ചെയ്തതാണ്. അപ്പോൾ ചേച്ചിക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് കിട്ടുമെന്നാണ് ചേച്ചി പ്രതീക്ഷിച്ചത്. രേണു സുധിക്ക് പോസിറ്റീവ് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല. ഓക്കെ, അപ്പോൾ ചേച്ചി ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു നെഗറ്റീവ് കിട്ടിയപ്പോൾ ചേച്ചിക്ക് അത് വിഷമമായിട്ടില്ല. എനിക്കാരെയും ബോധ്യപ്പെടുത്തുകയൊന്നും ചെയ്യണ്ട എന്നൊക്കെ ചേച്ചി 2-3 തവണ പറയുന്നുണ്ട്. ബോധ്യപ്പെടുത്തണ്ട എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തത്? എനിക്കാരെയും ബോധ്യപ്പെടുത്തണ്ട. ഓക്കെ, എനിക്ക് ആരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വരുമോ? ഇല്ല. എന്നാൽ എനിക്ക് ബോധ്യപ്പെടുത്തണം, എനിക്ക് ആൾക്കാരോട് പറയണം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ചേച്ചി എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നത്. അല്ലാതെ എനിക്ക് ബോധ്യപ്പെടുത്തണ്ട, എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല, അത് മുഖത്ത് കാണാനുണ്ട്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ലെന്നുള്ളത് മുഖത്ത് കാണാനുണ്ട്. എന്നിട്ട് പ്രേക്ഷകരെ വന്ന് കുറ്റം പറയുവാണ്, പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണ്, പ്രേക്ഷകരെ അനാവശ്യമായിട്ട് പറയുവാണ്. ഇങ്ങനെയാണ് പ്രേക്ഷകര്, അങ്ങനെയാണ് പബ്ലിക്, പൊതുജനം അങ്ങനെയാണ്. എത്ര നെഗറ്റീവ് ഒരു വ്യക്തിയിലുണ്ട് എന്ന് പറഞ്ഞാലും ആ വ്യക്തിയെ ഒരാൾ വിളിച്ചു വരുത്തി ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒപ്പീനിയൻ ഷിഫ്റ്റ് ആവും. ആൾക്കാർ പോസിറ്റീവായിട്ട് കമന്റ് ഇടും, സപ്പോർട്ട് ചെയ്യും. ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള റൂഡായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു. അതിനൊക്കെ ആ സ്ത്രീ വളരെ ബോൾഡായിട്ട് ഉത്തരം പറയുന്നു. ഇങ്ങനെ കാണുന്ന സമയത്ത് കൊള്ളാലോ, ഇവർ വളരെ ബോൾഡായിട്ടാണല്ലോ ഉത്തരം പറയുന്നത്. ഇത്രയും അരഗൻ്റായിട്ട് ആ ആങ്കർ സംസാരിച്ചിട്ടും വളരെ മാന്യമായിട്ട് ബോൾഡായിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നു. ഇവർ കൊള്ളാമല്ലോ, ഇങ്ങനെ ജനങ്ങൾ വിചാരിക്കത്തുള്ളൂ. അത് രണ്ടുപേരുടെ ഭാഗത്തെ തെറ്റല്ല, സ്ക്രിപ്റ്റഡ് ആണല്ലോ. അപ്പൊ രണ്ടുപേരുടെയും ഭാഗത്ത് ഇവിടെ തെറ്റൊന്നുമില്ല. എന്നിട്ട് ഇത്രയും ചെയ്തു വെച്ചിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് ഈ പരിപാടിയൊക്കെ കാണിച്ചതും പോരാഞ്ഞിട്ട് ആൾക്കാരെ വന്ന് കുറ്റം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. കാരണം ഈ പറയുന്ന ഈ ജനങ്ങളാണ് നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാക്കി തരുന്നത്. ആ ജനങ്ങളുടെ വ്യൂസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നുള്ള ചാനലുകാർക്ക് പൈസ കിട്ടുമോ? ഇല്ല. അവർക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആങ്കറിന് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയും കാണിച്ചിട്ട് ജനങ്ങളെ തന്നെ വന്നിരുന്ന് കുറ്റം പറയുവാണ്.